വെൽക്കം ടു ഇംഗ്ലീഷ് ലോഞ്ച്. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെർബിന്റെ ഡിഫറെന്റ് ഫോംസ് ആണ്. നമുക്ക് മിക്കവർക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയ ആണല്ലേ വെർബിന്റെ ഡിഫറെന്റ് ഫോംസ്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് വെർബ്സ് എന്നും റെഗുലർ വെർബ് എന്താണ്, ഇറഗുലർ വെർബ് എന്താണ്, വെർബിന്റെ ഡിഫറെന്റ് ഫോംസ് ഏതൊക്കെയാണ്, ഇത് എവിടെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇതെല്ലാമാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ വെർബിന്റെ ഡിഫറെന്റ് ഫോംസിനെ കുറിച്ച് അറിയുന്നതിന് മുമ്പ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട രണ്ട് ടൈപ്പ് ഓഫ് വെർബ് ഉണ്ട്, റെഗുലർ വെർബ്സും ഇറഗുലർ വെർബ്സും. ഫസ്റ്റ് വൺ റെഗുലർ വെർബ്സ്. ഓക്കെ, റെഗുലർ വെർബ്സ്. എന്താണ് റെഗുലർ വെർബ്സ്? റെഗുലർ വെർബ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു വെർബിനെ ഇ ഓർ ഡി ചേർത്താണ് നമ്മൾ പാസ്റ്റ് ടെൻസിലോട്ട് മാറ്റുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റെഗുലർ വെർബ്സ് എന്ന് പറയുന്നത്. ഇ ഡി ഓർ ഡി ചേർത്താണ് ഒരു വെർബിനെ പാസ്റ്റ് ടെൻസിലോട്ട് മാറ്റുന്നതെങ്കിൽ അതിനെ റെഗുലർ വെർബ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്മൈൽഡ്. സ്മൈലിന്റെ പാസ്റ്റ് എന്താണ്? സ്മൈൽഡ് അല്ലേ? അല്ലേ? ഇവിടെ നമ്മൾ പാസ്റ്റ് ടെൻസ് ആക്കിയത് എങ്ങനെയാണ്? ഈ ഡി ചേർത്തിട്ട് സ്മൈൽഡ് അല്ലേ. പിന്നെ പറയാം പ്ലേഡ് അല്ലേ. പ്ലേയുടെ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത് പ്ലേഡ് ആണ്. ഇവിടെയും നമ്മൾ എന്താ ചേർത്തത്? ഇ ഡി ചേർത്തല്ലേ നമ്മൾ പാസ്റ്റ് ടെൻസിലോട്ട് മാറ്റിയത്. പിന്നെ നമുക്ക് എന്തൊക്കെ പറയാം? വിഷ്ഡ് പറയാം അല്ലേ. വിഷ്ഡും നമ്മൾ അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കണ്ടോ, വിഷ്ഡ് ഇ ഡി ചേർത്താണ് പാസ്റ്റ് ടെൻസിലോട്ട് മാറ്റിയിരിക്കുന്നത്. റിസീവ്ഡ് അല്ലെ. റിസീവിന്റെ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത് റിസീവ്ഡ് ആണ്, റിസീവ്ഡ്. ഇവിടെയും കണ്ടോ ഇ ഡി ചേർത്താണ് നമ്മൾ മാറ്റിയിരിക്കുന്നത്. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു വെർബിനെ ഇ ഡി ഓർ ഡി ചേർത്താണ് നമ്മൾ പാസ്റ്റ് ടെൻസിലോട്ട് മാറ്റുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ റെഗുലർ വെർബ്സ് എന്ന് പറയുന്നത്. സ്മൈലിന്റെ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത് സ്മൈൽഡ് ആണ്, പ്ലേ പ്ലേഡ് ആണ്, ബിലീവ് ബിലീവ്ഡ് അല്ലെ, റിസീവ് റിസീവ്ഡ്, വിഷ് വിഷ്ഡ്. ഇവിടെ എല്ലാം നമ്മൾ വെർബിന്റെ കൂടെ ഇ ഡി ഓർ ഡി ചേർത്താണ് പാസ്റ്റ് ടെൻസിലോട്ട് മാറ്റിയത്. സോ ഇതിനെയാണ് റെഗുലർ വെർബ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു ടൈപ്പാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇറഗുലർ വെർബ്സ്. എന്താണ് ഇറഗുലർ വെർബ്സ്? ഈ പേരിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഇറഗുലർ വെർബ്സ്. ഇറഗുലർ ആയിട്ട് വരുന്ന വെർബ്സ് ആണ് ഇറഗുലർ വെർബ്സ് അല്ലെ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റൈറ്റിന്റെ പാസ്റ്റ് എന്ന് പറയുന്നത് റോട്ട് അല്ലേ. റൈറ്റഡ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇ ഡി ഓർ ഡി ചേർത്താണ് ഒരു വെർബിനെ പാസ്റ്റ് ടെൻസിലോട്ട് മാറ്റുന്നതെങ്കിൽ അത് റെഗുലർ വെർബ് ആണ്. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ റൈറ്റിന്റെ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത് റോട്ട് ആണ് അല്ലെ, റോട്ട്. ഈ റൈറ്റും റോട്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇ ഡി ഓർ ഡി ചേർത്താണോ നമ്മൾ പാസ്റ്റ് ടെൻസിലോട്ട് മാറ്റിയത്? അല്ലല്ലോ, ഇറഗുലർ ആയിട്ടല്ലേ വന്നേക്കുന്നത്. ഇനി നമുക്ക് പറയാം മീറ്റ് മെറ്റ് അല്ലെ. മീറ്റിന്റെ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത് മെറ്റ് ആണ്, മീറ്റ് മെറ്റ് അല്ലെ. പിന്നെ നമുക്ക് പറയാം ഡ്രിങ്ക് ഡ്രാങ്ക് അല്ലെ. ഡ്രിങ്കും ഡ്രിങ്കിന്റെ പാസ്റ്റ് എന്ന് പറയുന്നത് ഡ്രാങ്ക് ആണ്, ഡ്രിങ്ക് ഡ്രാങ്ക് അല്ലെ. അപ്പൊ ഇവിടെയും നമ്മൾ നോക്കുവാണെങ്കിൽ വെർബിനെ ഇ ഡി ഓർ ഡി ചേർക്കാതെയാണ് നമ്മൾ പാസ്റ്റ് ടെൻസിലോട്ട് മാറ്റിയിരിക്കുന്നത്. അപ്പൊ ഒരു വെർബിനെ ഇ ഡി ഓർ ഡി ചേർക്കാതെ നമ്മൾ പാസ്റ്റ് ടെൻസിലോട്ട് മാറ്റുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇറഗുലർ വെർബ്സ് എന്ന് പറയുന്നത്. അതൊരു സിങ് സാങ് അല്ലെ. സിങ്ങിന്റെ പാസ്റ്റ് എന്ന് പറയുന്നത് സാങ് ആണ്. സിങ്ഡ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? തെറ്റാണല്ലേ. ഡ്രിങ്കിന്റെ പാസ്റ്റ് എന്ന് പറയുന്നത് ഡ്രാങ്ക് ആണ്. അവിടെ ഡ്രിങ്കും ഡ്രാങ്കും തമ്മിൽ ഒരു ബന്ധമില്ല, റെഗുലർ അല്ല, ഇറഗുലർ ഫോം ആണ് അല്ലേ. ഇ ഡി ഓർ ഡി ചേർക്കാതെയല്ലേ പാസ്റ്റ് ടെൻസിലോട്ട് മാറ്റിയത്. സ്വിമ്മിന്റെ പാസ്റ്റ് സ്വാം അല്ലേ, അല്ലെ, സ്വാം അല്ലേ. ഇ ഡി ഓർ ഡി ചേർത്താണോ പാസ്റ്റ് ടെൻസിലോട്ട് മാറ്റിയത്? അല്ലല്ലോ. അപ്പൊ ഈ ടൈപ്പ് ഓഫ് വെർബിനെ നമ്മൾ ഇറഗുലർ വെർബ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു വെർബിനെ ഇ ഡി ഓർ ഡി ചേർത്താണ് പാസ്റ്റ് ടെൻസിലോട്ട് മാറ്റുന്നതെങ്കിൽ അത് റെഗുലർ വെർബ്സ്. അതായത് സ്മൈൽഡ്, പ്ലേഡ്, വിഷ്ഡ്, ക്രൈഡ്, റിസീവ്ഡ്, വിഷ്ഡ്, ഇതെല്ലാം റെഗുലർ വെർബ്സ് ആണ്. കാരണം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇ ഡി അഥവാ ഡി ചേർത്താണ് പാസ്റ്റിലോട്ട് മാറ്റിയത്. ഈ റെഗുലർ എന്ന് പറയുമ്പോൾ ആ പേരിന്ന് തന്നെ നമുക്കറിയാം, അതായത് നമ്മുടെ V1 V2 തമ്മിൽ ഒരു ബന്ധവും കാണില്ല, ഈ റെഗുലർ ഫോംസിലായിരിക്കും വരുന്നത്. ഒരു വെർബിനെ ഇ ഡി ഓർ ഡി ചേർക്കാതെ നമ്മൾ പാസ്റ്റ് ടെൻസിലോട്ട് മാറ്റുകയാണെങ്കിൽ അതിനെയാണ് ഇറഗുലർ വെർബ്സ് എന്ന് പറയുന്നത്. അതായത് റൈറ്റ് റോട്ട് അല്ലെ, മീറ്റ് മെറ്റ്, ഡ്രിങ്ക് ഡ്രാങ്ക്,
swim, swam, sing, sang, അല്ലേ? ഇതെല്ലാം ഇറഗുലർ വേർബ്സ് ആണ്. അപ്പൊ ഡിഫറെന്റ് ഫോംസിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ റെഗുലറും ഇറഗുലറും മനസ്സിലാക്കുക. ഇനി നമ്മൾ നമ്മുടെ വേർബ് ഫോംസിലോട്ടാണ് പോകുന്നത്. നമുക്കറിയാം വേർബ് എന്ന് പറയുന്നത് ഒരു ആക്ഷനെ കാണിക്കുന്ന വേർഡ്സിനെയാണ് നമ്മൾ വേർബ് എന്ന് പറയുന്നത്. മലയാളത്തിൽ നമ്മൾ ക്രിയ എന്നാണ് പറയുന്നത്. നമ്മുടെ ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ചിൽ വരുന്ന ഒരു മെമ്പർ ആണ് വേർബ് എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് 8 പാർട്സ് ഓഫ് സ്പീച്ച് ആണുള്ളത്. ഏതൊക്കെയാണത്? നൗൺസ്, പ്രൊനൗൺസ്, വേർബ്സ്, അഡ്ജക്റ്റീവ്സ്, ആഡ്വേർബ്സ്, പ്രിപ്പസിഷൻസ്, കൺജങ്ഷൻസ്, ഇന്റർജങ്ഷൻസ്. ഇവരെല്ലാവരും ചേർന്ന് വരുന്ന ഫാമിലിയാണ് നമ്മുടെ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. ഈ പാർട്സ് ഓഫ് സ്പീച്ചിൽ വരുന്ന ഒരു മെമ്പർ ആണ് ഈ വേർബ് എന്ന് പറയുന്നത്. വേർബ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ക്രിയ, ഒരു ആക്ഷനെ കാണിക്കുന്ന വേർബ്സിനെയാണ് അല്ലെങ്കിൽ വേർഡ്സിനെയാണ് നമ്മൾ വേർബ് എന്ന് പറയുന്നത്. ഈ വെർബിന് 5 ഡിഫറെന്റ് ഫോംസ് ആണ് ഉള്ളത്. ശ്രദ്ധിക്കുക, വെർബിന് 5 ഡിഫറെന്റ് ഫോംസ് ആണ് ഉള്ളത്. നമ്മൾ കുഞ്ഞു ക്ലാസ്സിലെ ഇതെല്ലാം പഠിച്ചതാണ്. ഏതൊക്കെയാണ് ഡിഫറെന്റ് ഫോംസ്? V1, V2, V3, V4, V5 അല്ലേ? വെർബിന്റെ 5 ഫോംസ് ഏതൊക്കെയാണ്? V1, V2, V3, V4, V5. V1 എന്ന് പറയുന്നത് ബേസ് ഫോം ഓഫ് വെർബിനെയാണ് നമ്മൾ V1 എന്ന് പറയുന്നത്. ഫസ്റ്റ് ഫോം എന്ന് നമുക്ക് പറയാം. ഓക്കെ, V1 എന്ന് പറയുന്നത് ബേസ് ഫോം ഓഫ് വെർബ് ആണ്. ഫസ്റ്റ് ഫോം എന്നും പറയാം, റൂട്ട് ഫോം എന്ന് നമുക്ക് പറയാം V1. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈറ്റ്. ഈറ്റ് എന്ന് പറയുന്നത് V1 അല്ലേ? ഫസ്റ്റ് ഫോം അല്ലേ? ബേസ് ഫോം അല്ലേ? ഡ്രിങ്ക് V1 അല്ലേ? ഫസ്റ്റ് ഫോം ആണ് അല്ലേ ഡ്രിങ്ക് എന്ന് പറയുന്നത്. റൈറ്റ്, റൈറ്റ് എന്ന് പറയുന്നതും ഫസ്റ്റ് ഫോം ആണ്, V1 വെർബാണ്. അടുത്തത് മീറ്റ്, ഒരാളെ കണ്ടു, മീറ്റ് ചെയ്തു. മീറ്റ് എന്ന് പറയുന്നതും ഫസ്റ്റ് ഫോം തന്നെ അല്ലേ? മീറ്റ് അല്ലേ? പിന്നെ എന്തൊക്കെ പറയാം? പ്ലേ പറഞ്ഞൂടെ? പ്ലേ പറയാം, സ്വിം പറയാം അല്ലേ? സിംഗ് പറയാം, വാക്ക് പറയാം. ഇതെല്ലാം എന്ന് പറയുന്നത് V1 വെർബാണ്. അതായത് ഫസ്റ്റ് ഫോം ഓഫ് വെർബ്. ഒരു വെർബ് ബേസ് ഫോമിലാണ് അല്ലെങ്കിൽ ഫസ്റ്റ് ഫോമിലാണെങ്കിൽ അതിനെയാണ് V1 വെർബ് എന്ന് നമ്മൾ പറയുന്നത്. ഈ V1 ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്. നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ, ഒരു ഹാബിച്വൽ ആക്ഷൻ അല്ലെങ്കിൽ ഡെയിലി റൂട്ടീൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് V1 നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്തിനാ നമ്മൾ യൂസ് ചെയ്യുന്നത്? ഡെയിലി റൂട്ടീൻസ്, ഡെയിലി റൂട്ടീൻസ്, ഹാബിച്വൽ ആക്ഷൻസ്, ഹാബിച്വൽ ആക്ഷൻ, ഇതിനെല്ലാം കാണിക്കാൻ വേണ്ടിയിട്ടാണ് V1 നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഒരു വെർബിനെ നമ്മൾ എങ്ങനെ സിംഗുലർ ആക്കുന്നത്? SORES ചേർത്തിട്ടല്ലേ? വെർബ് ബേസ് ഫോമിലാണെങ്കിൽ അതിന്റെ അർത്ഥം അത് പ്ലൂറൽ ആണെന്നല്ലേ? അപ്പൊ ഈ V1 വെർബ് എല്ലാം തന്നെ പ്ലൂറൽ വെർബ്സ് ആണ്. പ്രസന്റ് ടെൻസിൽ ഒരാളുടെ ഹാബിച്വൽ ആക്ഷൻ ഓർ ഡെയിലി റൂട്ടീൻസ് കാണിക്കാനാണ് V1 നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഏതാണ്? V2 ആണല്ലേ? V2 ആണ് സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത്. നമുക്കറിയാം പാസ്റ്റ് ടെൻസിനെ കാണിക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? V2 നമ്മൾ യൂസ് ചെയ്യുന്നത്. V1 പ്രസന്റ് ടെൻസിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ V2 നമ്മൾ യൂസ് ചെയ്യുന്നത് പാസ്റ്റ് ടെൻസിന്റെ കൂടെയാണ്. പാസ്റ്റ് ടെൻസ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. ഈറ്റിന്റെ V2 എന്ന് പറയുന്നത് എന്താണ്? 8 അല്ലേ? V1 ഈറ്റ് ആണെങ്കിൽ V2 എന്ന് പറയുന്നത് 8 ആണ് അല്ലേ? ഡ്രിങ്കിന്റെ V2 എന്ന് പറയുന്നത് എന്താണ്? ഡ്രാങ്ക് അല്ലേ? റെഗുലർ ആണോ ഇറഗുലർ വേർബ് ആണോ? ഇറഗുലർ വേർബ് അല്ലേ? ED or D ചേർക്കാതെ അല്ലേ നമ്മൾ പാസ്റ്റ് ടെൻസിലോട്ട് മാറ്റിയത്? അപ്പൊ ഡ്രിങ്കിന്റെ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത് ഡ്രാങ്ക് ആണ്. കുടിച്ചു, കുടിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ ഡ്രിങ്ക്, കുടിച്ചു എന്ന് പറയുകയാണെങ്കിൽ ഡ്രാങ്ക് അല്ലേ? റൈറ്റിന്റെ പാസ്റ്റ് ടെൻസ് ഏതാണ്? റോട്ട് അല്ലേ? അല്ലേ? റൈറ്റഡ് എന്ന് നമ്മൾ പറയില്ല, റോട്ട് എന്നാണ് നമ്മൾ പറയുന്നത്. മീറ്റ്, മീറ്റ് V1 ആണെങ്കിൽ മീറ്റിന്റെ പാസ്റ്റ് ടെൻസ് ഏതാണ്? മെറ്റ് അല്ലേ? അല്ലേ? V2 എന്ന് പറയുന്നത് മെറ്റ് ആണ്. അടുത്തത് പ്ലേ, പ്ലേയുടെ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത് പ്ലേഡ് ആണ് അല്ലേ? ED ചേർത്താണ് നമ്മൾ അവിടെ പാസ്റ്റ് ടെൻസിലോട്ട് മാറ്റുന്നത്. സോ പ്ലേയുടെ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത് പ്ലേഡ് ആണ്. സ്വിം,
സ്വിമ്മിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? സ്വാം അല്ലേ? അല്ലേ? V2 എന്ന് പറയുന്നത് സ്വാം ആണ്. സ്വിം V1 ആണെങ്കിൽ V2 സ്വാം ആണ്. സിങ് പാടുന്നു, പ്രസന്റ് ടെൻസിലാണ് പറയുക. പാടി എന്ന് പറയുകയാണെങ്കിലോ പാസ്റ്റ് ടെൻസ് ആണെങ്കിലോ സാങ് ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. സിങ്, സാങ്, സങ് അല്ലേ? സാങ് ആണ് വരിക. വാക്ക്, വാക്ക് എന്ന് പറയുന്നത് പ്രസന്റ് ആണ് അല്ലേ? വാക്കിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? വാക്ക്ഡ് ആണ്, ഇറഗുലർ വെർബ് ആണ് അല്ലേ? ഇവിടെ നമ്മൾ വാക്കിന്റെ കൂടെ ED ചേർത്തത് കണ്ടോ? നിങ്ങള് കണ്ടോ? ED ചേർത്തല്ലേ പാസ്റ്റ് ടെൻസിലോട്ട് മാറ്റിയത്. അപ്പൊ ഒരു വെർബിനെ ED ഓർ D ചേർത്ത് പാസ്റ്റ് ആക്കുകയാണെങ്കിൽ അത് റെഗുലർ വെർബ് ആണ്. അപ്പൊ പാസ്റ്റ് ടെൻസിനെ കാണിക്കുന്ന വെർബ്സിനെയാണ് V2 എന്ന് നമ്മൾ പറയുന്നത്. അടുത്തത് V3 എന്ന് പറയുന്നത് ഹാസിന്റെയും ഹാവിന്റെയും കൂടെ വരുന്ന വെർബ്സിനെയാണ് നമ്മൾ V3 വെർബ് എന്ന് പറയുന്നത്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നാണ് നമ്മൾ V3 വെർബിനെ പറയുന്നത്. അതിനെ കുറച്ച് എക്സാമ്പിൾസും കൂടി നമുക്ക് കാണാം. V3 എന്ന് പറയുന്നത് പെർഫെക്റ്റ് ടെൻസിന്റെ കൂടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പെർഫെക്റ്റ് ടെൻസിന്റെ കൂടെ ഹാസും ഹാവും ഫോളോ ചെയ്തിട്ടായിരിക്കും ഇവരെപ്പോഴും വരുന്നത് അല്ലേ? ഫോളോഡ് ബൈ ഹാസ് ഓർ ഹാവ്. ഹാസും ഹാവും ഞാൻ ഓൾറെഡി പഠിപ്പിച്ചതാണ്. ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കണ്ടതിന് ശേഷം വരിക. ഹാസും ഹാവും എപ്പോഴും V3 ഫോളോ ചെയ്തിട്ടായിരിക്കും വരിക. ഫോളോഡ് ബൈ അല്ലേ? ഫോളോഡ് ബൈ ഹാസ് ഓർ ഹാവ് അല്ലേ? ഇതിനെ നമ്മൾ പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ വെർബ് എന്നാണ് നമ്മൾ ഇവരെ വിളിക്കുന്നത്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ അല്ലേ? ഇപ്പൊ ഡ്രിങ്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഡ്രിങ്ക് V1 ആണെങ്കിൽ ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക് അല്ലേ? V3 എന്ന് പറയുന്നത് എന്താണ്? ഡ്രങ്ക് ആണ് അല്ലേ? ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക്. അടുത്തത് സിങ് ആണെങ്കിലോ സിങ് V1 ആണ്, സാങ് V2 ആണ്. സങ് എന്ന് പറയുന്നത് ഏത് ഫോം ആണ്? V3 ഫോം ആണ്. സിങ്, സാങ്, സങ് അല്ലേ? അടുത്തത് പ്ലേ ആണെങ്കിലോ പ്ലേ V1 ആണ്, പ്ലേഡ് പാസ്റ്റിനെയാണ് കാണിക്കുന്നത് V2 ആണ്. V3 എന്നും പറയുന്നത് ഏത് വെർബാണ്? പ്ലേഡ് തന്നെയാണ് അല്ലേ? പ്ലേ, പ്ലേഡ്, പ്ലേഡ്. മേക്ക് ആണെങ്കിലോ മേക്കിന്റെ പാസ്റ്റ് എന്ന് പറയുന്നത് മേഡ് അല്ലേ? V3 എന്നും പറയുന്നത് ഏത് വെർബ് തന്നെയാണ്? മേഡ് തന്നെയാണ് അല്ലേ? അപ്പോ മനസ്സിലാക്കുക, V3 എന്ന് പറയുന്നത് പെർഫെക്റ്റ് ടെൻസിന്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ വെർബ് ആണ്. ഇവരെപ്പോഴും ഹാസും ഹാവും ഫോളോ ചെയ്തിട്ടായിരിക്കും വരിക. ഓക്കെ, ഇനി അടുത്ത ഫോം ആണ് V4 അല്ലേ? അപ്പൊ V1 നമ്മൾ പഠിച്ചു. ഒരു വെർബ് ബേസ് ഫോമിലാണെങ്കിൽ അത് V1 ആണ്. പ്രസന്റിൽ ഒരാളുടെ ഡെയിലി റൂട്ടീൻസ്, ഹാബിച്വൽ ആക്ഷൻസ് ഇതെല്ലാം കാണിക്കാനാണ് നമ്മൾ V1 യൂസ് ചെയ്യുന്നത്. V2 എന്ന് പറയുന്നത് പാസ്റ്റിനെ കാണിക്കാൻ യൂസ് ചെയ്യുന്ന വെർബ് ആണ്. V3 എന്ന് പറയുന്നത് പെർഫെക്റ്റ് ടെൻസിന്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. ഫോളോഡ് ബൈ ഹാസ് ഓർ ഹാവ്. ഹാസും ഹാവും ഫോളോ ചെയ്തിട്ടായിരിക്കും എപ്പോഴും V3 വരിക അല്ലേ? സിങ്, സാങ്, സങ്. ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക്. പ്ലേ, പ്ലേഡ്, പ്ലേഡ് അല്ലേ? മേക്ക്, മേഡ്, മേഡ്. മനസ്സിലായോ? V4 എന്ന് പറയുന്നത് പ്രസന്റ് പാർട്ടിസിപ്പിൾ വെർബ് ആണ്. അതായത് ഈ വെർബ് എപ്പോഴും അവസാനിക്കുന്നത് ING ഫോമിലായിരിക്കും. വളരെ ഈസി ആണ്. V4 ഏത് വെർബാണ്? ഇതിനെ വിളിക്കുന്ന വിളിപ്പേരാണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ. മാറിപ്പോവല്ലേ? V3 എന്ന് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണെങ്കിൽ V4 എന്ന് പറയുന്നത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണേ. V3 എപ്പോഴും നമ്മൾ ഫോം ചെയ്യുന്നത് ED ചേർത്തിട്ടൊക്കെ ആയിരിക്കും. ED ചേർത്തും വരാറുണ്ട്, ഇറഗുലർ ആയിട്ടും നമ്മുടെ V3 വരാറുണ്ട്. V4 എപ്പോഴും നമ്മൾ ഫോം ചെയ്യുന്നത് ING ചേർത്തിട്ടായിരിക്കും. ING. ഒരു വെർബ് INGയിൽ അവസാനിക്കുകയാണെങ്കിൽ അത് പ്രസന്റ് പാർട്ടിസിപ്പിൾ. കുറച്ച് എക്സാമ്പിൾസ് നോക്കിയാലോ? വാക്ക്, വാക്കിന്റെ കൂടെ ING ചേർത്താ V4 കിട്ടിയില്ലേ? വാക്കിംഗ് അല്ലേ? പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ് വാക്കിംഗ് എന്ന് പറയുന്നത്. പ്ലേയിങ് അല്ലേ? പ്ലേയിങ്. പ്ലേയുടെ കൂടെ ING ചേർത്തപ്പോ എന്ത് കിട്ടി നിങ്ങൾക്ക്? പ്ലേയിങ് കിട്ടിയില്ലേ? പ്ലേയിങ് ഏത് ഫോം ആണ്? V4 അല്ലേ? നമ്മൾ പഠിച്ചില്ലേ? V4 എന്ന് പറയുന്നത്
ഒരു വെർബിന്റെ കൂടെ ing ചേർക്കുകയാണെങ്കിൽ അത് V4 ആണ്. പ്ലേയിങ്. അടുത്തത് റൈറ്റിംഗ് അല്ലേ? റൈറ്റ് V1 ആണ്, V2 റോട്ട് ആണ്, V3 റിട്ടേൺ ആണ്. V4 ആണെങ്കിലോ ing ചേർത്താൽ മാത്രം മതി, റൈറ്റിംഗ് അല്ലേ? റൈറ്റിംഗ്. അടുത്തത് ഡ്രിങ്ക് ആണെങ്കിലോ V1 ഡ്രിങ്ക് ആണ്, V2 ഡ്രാങ്ക് ആണ്, ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക്, ഡ്രിങ്കിങ് അല്ലേ? V4 എന്ന് പറയുന്നത് സിമ്പിൾ ആണ്, ing ചേർത്താൽ മതി. അപ്പൊ എന്ത് കിട്ടി? ഡ്രിങ്കിങ് അല്ലേ? ഡ്രിങ്കിങ് കിട്ടി. അടുത്തത് സ്റ്റഡിങ് അല്ലേ? സ്റ്റഡി, സ്റ്റഡീഡ്, സ്റ്റഡീഡ്, സ്റ്റഡിങ് അല്ലേ? സ്റ്റഡിങ്. ing ചേർത്തില്ലേ? വാക്കിംഗ്, റണ്ണിങ്, ഈറ്റിംഗ് അല്ലേ? ഈറ്റിംഗ് എന്ന് പറയുമ്പോൾ ഈറ്റ് V1 ആണ്, ഏറ്റ് V2 ആണ്, V3 എന്ന് പറയുന്നത് ഈറ്റൺ ആണ്, V4 എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ ing ചേർത്താൽ മതി, ബേസ് ഫോമിന്റെ കൂടെ ഈറ്റിംഗ്. അപ്പൊ ഒരു വെർബ് ing ഫോമിൽ അവസാനിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? V4 ഓർ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. പ്രസന്റ് പാർട്ടിസിപ്പിൾ എപ്പോഴും അവസാനിക്കുക ing ഫോമിലായിരിക്കും. ഇനി നമ്മുടെ അവസാനത്തെ വെർബാണ് V5 എന്ന് പറയുന്നത്. V5 എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണേ, V1ഉം V5ഉം നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രസന്റ് ടെൻസിന്റെ കൂടെയാണ്. പ്രസന്റ് ടെൻസിന്റെ കൂടെയാണ് V1ഉം V5ഉം നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് V1 എന്ന് പറയുന്നത് പ്ലൂറൽ വെർബ് അല്ലേ? ഞാൻ പറഞ്ഞു ഒരു വെർബ് ബേസ് ഫോമിലാണെങ്കിൽ അത് പ്ലൂറൽ വെർബാണ്. ഒരു വെർബിന്റെ കൂടെ എസ് ഓർ ഇഎസ് ചേർക്കുകയാണെങ്കിൽ വെർബ് സിംഗുലർ ആണ്. അപ്പൊ V5 എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, സിംഗുലർ വെർബാണ്. ഒരു വെർബിന്റെ കൂടെ എസ് ഓർ ഇഎസ് ചേർക്കുകയാണെങ്കിൽ അത് V5 വെർബാണ്, സിംഗുലർ വെർബാണ് അല്ലേ? സിംഗുലർ വെർബാണ്. ഇത് രണ്ടും യൂസ് ചെയ്യുന്നത് പ്രസന്റ് ടെൻസിലാണെന്ന് മനസ്സിലാക്കുക. പ്രസന്റ് ടെൻസിലാണ് V1ഉം V5ഉം യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഈറ്റ് ആണെങ്കിൽ ഈറ്റിന്റെ സിംഗുലർ എന്താണ്? ഈറ്റ്സ് അല്ലേ? വളരെ സിമ്പിൾ ആണ്, ഈറ്റ്സ് ആണ്. കണ്ടോ, എസ് ചേർത്തതേ ഉള്ളൂ. വാക്കിന്റെ സിംഗുലർ എന്താണ്? വാക്സ് അല്ലേ? കണ്ടോ, വാക്സ് നമ്മൾ യൂസ് ചെയ്തു. പ്ലേയുടെ സിംഗുലർ എന്താണ്? പ്ലേസ് അല്ലേ? പ്ലേസ് ആണ്. റൈറ്റിന്റെ സിംഗുലർ എന്താണ്? റൈറ്റ്സ് അല്ലേ? റൈറ്റ്സ്. ഇഎസ് ചേർത്ത് സിംഗുലർ ആക്കി, എസ് ചേർത്ത് സിംഗുലർ ആക്കി. ഈറ്റ്സ്, വാക്സ്, പ്ലേസ്, റൈറ്റ്സ്, റൺസ് അല്ലേ? റൺസ്, സ്റ്റഡീസ്. കണ്ടോ, സ്റ്റഡീസ് എന്നൊക്കെ പറയുന്നത് സിംഗുലർ വെർബാണ്. അപ്പൊ സിംഗുലർ വെർബിനെയാണ് V5 എന്ന് നമ്മൾ പറയുന്നത്. ഒരു വെർബ് എസ് ഓർ ഇഎസിൽ അവസാനിക്കുകയാണെങ്കിൽ അതിനെയാണ് V5 എന്ന് പറയുന്നത്. V1ഉം V5ഉം എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രസന്റ് ടെൻസിലാണെന്ന് മനസ്സിലാക്കുക. V1 ഒരു വെർബ് ബേസ് ആണ്, പ്ലൂറൽ വെർബാണ്. V5 എന്ന് പറയുന്നത് സിംഗുലർ വെർബാണ്, അവസാനിക്കുന്നത് എസ് ഓർ ഇഎസിലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കണ്ടാലോ. ഇപ്പൊ പറയാണ് V1, V2, V3, V4, V5 അല്ലേ? ഫസ്റ്റ് ഫോം നമുക്ക് നോക്കാം. ഈറ്റ് തന്നെ നമുക്ക് നോക്കാം. നമ്മൾ തുടങ്ങിയത് തന്നെ ഈറ്റിലാണല്ലേ? ഫസ്റ്റ് ഫോം എന്ന് പറയുന്നത് ഈറ്റ് ആണ്. പ്ലൂറൽ വെർബ് അല്ലേ? ഈറ്റ് ബേസ് വെർബ് അല്ലേ? ഈറ്റിന്റെ പാസ്റ്റ് ടെൻസ് ഏതാണ്? V2 എന്ന് പറയുന്നത് പാസ്റ്റിനെ കാണിക്കുന്നതാണ്. ഈറ്റിന്റെ V2 എന്ന് പറയുന്നത് 8 ആണ്. 8 അല്ലേ? V3 എന്ന് പറയുന്നതോ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ഹാസും ഹാവും ഫോളോ ചെയ്ത് വരുന്ന വേർബാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ അഥവാ V3. ഈറ്റ്, ഏറ്റ്, ഈറ്റൻ അല്ലേ? ഈറ്റൻ. V3 എന്ന് പറയുന്നത് ഈറ്റൻ ആണ്. V4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം INGയിൽ അവസാനിക്കുന്ന വെർബിനെയാണ് നമ്മൾ V4 എന്ന് പറയുന്നത്. ബേസ് വെർബിന്റെ കൂടെ ING ചേർത്താൽ മതി. അപ്പൊ ഈറ്റിന്റെ കൂടെ ING ചേർത്തപ്പോ നമുക്ക് ഈറ്റിംഗ് കിട്ടി. ഈറ്റിംഗ് അല്ലേ? V5 എന്ന് പറയുന്നത് സിംഗുലർ വെർബാണ്. എസ് ഓർ ഇഎസ് ചേർത്ത് വരുന്ന വെർബാണ് V5. V5ഉം V1ഉം പ്രസന്റ് ടെൻസിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈറ്റിന്റെ കൂടെ എസ് ചേർത്തപ്പോ ഈറ്റ്സ് കിട്ടിയില്ലേ? ഈറ്റ്സ് കിട്ടി. അടുത്തത് നോക്കിയാലോ, ഡ്രിങ്ക് നോക്കാം അല്ലേ? V1 എന്ന് പറയുന്നത്
ഡ്രിങ്ക് ആണ്. ഡ്രിങ്കിന്റെ V2 എന്താണ്? കുടിച്ചു. ഡ്രാങ്ക് ആണ് അല്ലേ? ഡ്രിങ്ക്, ഡ്രാങ്ക്. ഇനി V3 എന്ന് പറയുന്നത് ഡ്രങ്ക് ആണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഡ്രങ്ക് ആണ്. V4 എന്ന് പറഞ്ഞാൽ ING ചേർത്താൽ മതി ബേസിന്റെ കൂടെ. ഡ്രിങ്കിന്റെ കൂടെ ING ചേർത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡ്രിങ്കിങ് കിട്ടി. ഡ്രിങ്കിങ്. V5 എന്ന് പറയുന്നത് സിംഗുലർ വെർബാണ്. SOS ചേർത്ത് വരുന്ന വെർബാണ് ഡ്രിങ്ക്സ് അല്ലേ? ഡ്രിങ്ക്സ്. അടുത്തത് പ്ലേ. V1 ആണ്, പ്ലൂറൽ വെർബാണ്. V2 ആണെങ്കിലോ പ്ലേഡ് ആണ് അല്ലേ? റെഗുലർ വെർബാണ്. പ്ലേഡ് V2 എന്ന് പറയുന്നത് പ്ലേഡ് ആണ്. V3 എന്ന് പറയുന്നതും എന്താണ്? പ്ലേഡ് തന്നെയാണ്, മാറ്റമില്ല. V4 എന്ന് പറയുന്നത് പ്ലേയുടെ കൂടെ ING ചേർക്കുമ്പോൾ പ്ലേയിങ് അല്ലേ? പ്ലേയിങ് എന്ന് കിട്ടി. അടുത്തത് V5 എന്ന് പറയുന്നത് പ്ലേയുടെ കൂടെ SOS ചേർത്ത് സിംഗുലർ ആക്കുക. സിംഗുലർ വെർബാണ് V5. പ്ലേയുടെ V5 എന്ന് പറയുന്നത് പ്ലേസ് ആണ്. അടുത്തത് സ്വിം നോക്കാം. സ്വിം V1 ആണ്. V2 എന്ന് പറയുന്നത് സ്വാം ആണ്. സ്വിം, സ്വാം, സ്വം അല്ലേ? സ്വം. സ്വിം, സ്വാം, സ്വം. സ്വിമ്മിങ് V4 എന്ന് പറയുന്നത് സ്വിമ്മിങ് ആണ്. സ്വിമ്മിങ്. V5 എന്തായിരിക്കും? സിംഗുലർ വെർബാണ് സ്വിംസ് അല്ലേ? സ്വിംസ്. അടുത്തത് മേക്ക്. മേക്ക് V1 ആണ്. മേക്കിന്റെ പാസ്റ്റ് എന്താണ്? മേഡ് ആണ്. മേഡ്. V3 എന്നും പറയുന്നത് എന്ത് തന്നെയാണ്? മേഡ് ആണ്. V4 എന്ന് പറയുന്നത് മേക്കിന്റെ കൂടെ ING ചേർത്താൽ മതി. ING ഫോം ഓഫ് വെർബാണ് മേക്കിംഗ് അല്ലേ? മേക്കിംഗ്. V5 എന്ന് പറയുന്നത് മേക്സ് അല്ലേ? മേക്സ് ആണ്. ഓക്കെ. മേക്ക്, മേഡ്, മേഡ്, മേക്കിംഗ്, മേക്സ്. ഓക്കെ. ഒരു എക്സാമ്പിളും കൂടെ കാണാം. സ്റ്റഡി. സ്റ്റഡി V1 ആണ്. V2 എന്താണ്? സ്റ്റഡീഡ് അല്ലേ? സ്റ്റഡീഡ് ആണ്. റെഗുലർ വെർബാണ് സ്റ്റഡീഡ്. V3 എന്ന് പറയുന്നത് സ്റ്റഡീഡ് തന്നെയാണ്, മാറ്റമില്ല. V4 എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ ING ചേർത്താൽ മതി. സ്റ്റഡിയുടെ കൂടെ ING ചേർക്കുമ്പോൾ സ്റ്റഡിങ് അല്ലേ? സ്റ്റഡിങ്. V5 എന്ന് പറയുന്നത് എന്താണ്? V5 സ്റ്റഡിയുടെ V5 എന്ന് പറയുന്നത് സ്റ്റഡീസ് ആണ്. സിംഗുലർ വെർബാണ്. ഓക്കെ. അപ്പൊ ഇത്രയുമാണ് വെർബിന്റെ ഡിഫറെന്റ് ഫോംസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. വെർബിന് 5 ഡിഫറെന്റ് ഫോംസ് ഉണ്ട്. V1, V2, V3, V4, V5. V1 എന്ന് പറയുന്നത് ബേസ് വെർബ് ഓർ ഫസ്റ്റ് ഫോം ഓഫ് വെർബാണ്. പ്ലൂറൽ വെർബാണ്. പ്രസന്റ് ടെൻസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതെല്ലാമാണ് V1 എന്ന് പറയുന്നത്. V2 എന്ന് പറയുന്നത് പാസ്റ്റിനെ കാണിക്കുന്ന വെർബിനെയാണ് V2 എന്ന് നമ്മൾ പറയുന്നത്. V3 എന്ന് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ വെർബാണ്. ഹാസും ഹാവും ഫോളോ ചെയ്തിട്ടായിരിക്കും V3 വരിക. പെർഫെക്റ്റ് ടെൻസിന്റെ കൂടെയാണ് V3 യൂസ് ചെയ്യുന്നത്. V4 എന്ന് പറയുന്നത് പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. അതായത് ഒരു വെർബ് INGയിൽ അവസാനിക്കുകയാണെങ്കിൽ അതിനെയാണ് V4 എന്ന് നമ്മൾ പറയുന്നത്. അതായത് ബേസിന്റെ കൂടെ ING ചേർത്താണ് V4 നമ്മൾ ഫോം ചെയ്യുന്നത്. ഇനി V4ന്റെ യൂസ് എന്താന്ന് വെച്ചാൽ INGയിൽ ഒരു വെർബ് അവസാനിക്കുകയാണെങ്കിൽ ഒരു ആക്ഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ING ഫോം ഓഫ് വെർബ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. V5 എന്ന് പറയുന്നത് സിംഗുലർ വെർബാണ്. നമ്മൾ പ്രസന്റിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. SOS ബേസിന്റെ കൂടെ SOS ചേർത്താണ് V5 നമ്മൾ ഫോം ചെയ്യുന്നത്. V1 ഉം V5 ഉം പ്രസന്റിലാണ് യൂസ് ചെയ്യുന്നത്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ അവിടെ V5 യൂസ് ചെയ്യുക. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ പ്രസന്റിൽ അവിടെ V1 ഉം യൂസ് ചെയ്യുക. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ വെർബിന്റെ ഡിഫറെന്റ് ഫോംസ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. എന്നാൽ ഇത് ഗ്രാമറിന്റെ ഏറ്റവും ബേസും ഇമ്പോർട്ടന്റും ആണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ സെഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഞാൻ ആൻസർ ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു സെഷനായിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മീ രേഷ്മ. താങ്ക് യു.